ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പീരിയഡ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രൗൺ ഡിസ്ചാർജോ അല്ലെങ്കിൽ ജസ്റ്റ് മൈൽഡായിട്ടുള്ള സ്പോട്ടിങ്ങോ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ എല്ലാവരിലും പീരിയഡ്സ് ആയിട്ട് ഒരു 4 ദിവസമോ അല്ലെങ്കിൽ ഒരു 5 ദിവസമോ ഒക്കെ കഴിയുമ്പോഴേക്കും ബ്ലീഡിങ് നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ചില സ്ത്രീകളിൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് ഒരു സ്പോട്ടിങ് ഉണ്ടാകും, അല്ലെങ്കിൽ നൈസായിട്ട് ജസ്റ്റായിട്ടൊരു ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ പൊതുവേ ഇങ്ങനെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിന് ഓരോ ടൈം പീരീഡിലും ഓരോ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നിങ്ങൾക്ക് പീരിയഡ്സ് ആയിട്ട് ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരു 6 ദിവസമോ കഴിഞ്ഞിട്ട് ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളറിൽ എന്തെങ്കിലും ഒരു സ്പോട്ടിങ് കാണുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് പീരിയഡ്സ് പീരിയഡ്സ് ആയിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഓൾഡ് ബ്ലഡ് പോകാനായിട്ട് കുറച്ച് ബാക്കിയുള്ളത് അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. ഇത് ഒരു തവണ പീരിയഡ് സൈക്കിളിലോ അല്ലെങ്കിൽ 2 തവണ പീരിയഡ് സൈക്കിളിലോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കിതിനെ നോർമലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ തുടരെ നിങ്ങൾക്കിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണോ, അല്ലെങ്കിൽ PCOSൻ്റെയോ അല്ലെങ്കിൽ അനോവുലേഷൻ്റെയോ, അതായത് ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടുണ്ടാകുന്ന PCODയുടെയോ അല്ലെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടക്കാത്തതിൻ്റെയോ ലക്ഷണമാണോ അതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സാധാരണ എല്ലാവരുടെയും കേസിൽ നമുക്ക് പീരിയഡ്സ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കൊരു സ്പോട്ടിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പീരിയഡ്സിൽ പോയി തീരാത്ത ബ്ലഡ് ബാക്കി പോവുകയാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കേസിൽ നമുക്കിങ്ങനെയുള്ള ഡിസ്ചാർജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നമ്മുടെ ഓവുലേഷൻ അടുക്കുന്ന ആ ഒരു സമയമായിരിക്കും. ഈ ഒരു ഓവുലേഷൻ അടുക്കുന്ന സമയത്ത് മൈൽഡായിട്ടുള്ള സ്പോട്ടിങ്ങും മൈൽഡായിട്ടുള്ള ബ്ലീഡിങ്, മൈൽഡെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ചായിട്ടുള്ള സ്പോട്ടിങ്ങും കുറച്ചായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നത്, രക്തസ്രാവം ഉണ്ടാകുന്നത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. കാരണം ആ ഒരു എഗ് റപ്ചർ ആകുന്നത് കൊണ്ട് ചില സ്ത്രീകളിൽ ഓവുലേഷൻ ബ്ലീഡിങ് ഉണ്ടാകും. ഇത് ഒട്ടുമിക്ക ആളുകളുടെ കേസിലും കോമൺ ആണ്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈൽഡായിട്ടുള്ള കുറച്ചായിട്ടുള്ള സ്പോട്ടിങ്ങും കുറച്ചായിട്ടുള്ള ബ്ലീഡിങ്ങും വരുമ്പോൾ നമുക്കിതിനെ നോർമലായിട്ട് ഗണത്തിൽപ്പെടുത്താനായിട്ട് സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാം. ഇത് ഒരു തവണയുണ്ടായി, 2 തവണയുണ്ടായി, പിന്നെയും നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഈ ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടി നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ ബ്ലീഡിങ് എല്ലാ തവണയും ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, അതായത് പീരിയഡ്സ് പോലുള്ള ബ്ലീഡിങ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു തവണ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നോർമലായിട്ടോ എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നം കൊണ്ടോ നമുക്ക് ഉണ്ടായതായിട്ട് കണക്കാക്കാം. പക്ഷേ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കാണണം. മൂന്നാമത്തെ കേസിൽ നമുക്ക് ഉണ്ടാകുന്നത് ഒരു മിഡ് സൈക്കിൾ ഭാഗത്ത് വെച്ച് നമുക്ക് വരുന്നത്, അതായത് നമ്മുടെ ഓവുലേഷനൊക്കെ കഴിഞ്ഞു നമ്മുടെ ലൂട്ടിയൽ ഫേസിലിരിക്കുന്ന ആ ഒരു സമയത്ത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമുക്ക് ഉണ്ടാകാം. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമ്മൾ ഒരു 100% സ്ത്രീകളെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 30% സ്ത്രീകൾക്കായിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ആ എംബ്രിയോ അറ്റാച്ച് ആകുന്ന ഒരു സമയത്തായിരിക്കും, ഇംപ്ലാന്റ് ആകുന്ന ഒരു സമയത്തായിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഇത് എല്ലാ സ്ത്രീകളിലും ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇത് നമുക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ ലൈറ്റായിട്ടുള്ള പിങ്ക് കളറോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള റെഡ് കളറോ സ്പോട്ടിങ് ആയിരിക്കും. ഒരിക്കലും ഓൾഡ് ബ്ലഡ് പോകുന്നത് പോലെ കട്ടിയായിട്ടുള്ള അത്രയ്ക്കും കറുത്ത കളറിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് പോകാറില്ല. പിന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ട് നമുക്ക് പ്രഗ്നൻസിയുടെ മറ്റ് ലക്ഷണങ്ങളും കാണപ്പെടാറുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് മൂന്നാമത്തെ രീതിക്ക് നമുക്ക് വരുന്നൊരു ബ്ലീഡിങ്. പിന്നെ അതിന് ശേഷം നമുക്ക് പ്രിമെൻസ്ട്രൽ സ്പോട്ടിങ് ഉണ്ടാവാറുണ്ട്. ഈ പ്രിമെൻസ്ട്രൽ സ്പോട്ടിങ്ങും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഉണ്ടാകുന്നത് ചില സ്ത്രീകളിൽ ഏറെക്കുറെ ഒരേ സമയത്ത് തന്നെയാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രിമെൻസ്ട്രൽ സ്പോട്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പീരിയഡ്സ് ആകുന്നതിന് ഒരാഴ്ചയ്ക്ക് മുൻപായിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകത്തോ നമുക്ക് കണ്ടുവരുന്ന സ്പോട്ടിംഗ് ആണ്. ഏകദേശം ഈ പ്രിമെൻസ്ട്രൽ സ്പോട്ടിങ്ങും ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങും ഉണ്ടാകുന്നത് നമ്മുടെ പീരിയഡ്സ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്തിന് ഒരാഴ്ചയൊക്കെ മുമ്പായിരിക്കും. അപ്പോൾ
ഈ പ്രിമെൻസ്ട്രൽ സ്പോട്ടിങ്ങിൽ നമുക്ക് കാണുന്നത് എപ്പോഴും ഡാർക്കായിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി തീരാത്ത ബ്ലഡ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോയി തുടങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ആ ഒരു ബ്ലഡിൻ്റെ കുറച്ച് സ്പോട്ടിങ് ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ ഈ പ്രിമെൻസ്ട്രൽ സ്പോട്ടിംഗ് ഒക്കെ വരുന്നത് നമുക്ക് ഇങ്ങോട്ട് വലിച്ചു നീട്ടാൻ പറ്റും. നമ്മുടെ വജൈനയുടെ അകത്ത് ഇതിങ്ങനെ കയറി നിന്നായി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ ആയിരിക്കും ഈ ഒരു സ്പോട്ടിങ് കാണുന്നത്. സാധാരണ നമ്മുടെ മൂത്ത ആൾക്കാരെല്ലാം പഴമക്കാരെല്ലാവരും പറയുന്നതിനെ അഴുക്ക് പോകുന്നു എന്നാണ്. അഴുക്ക് പോകുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് പോയി തീരാത്ത ആ കെട്ടിക്കിടക്കുന്ന ആ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള വസ്തുക്കൾ പുറത്തേക്ക് ആ ബ്ലഡായിട്ട് പോകുന്നു എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 രീതിക്കായിരിക്കും നമുക്ക് ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഫസ്റ്റത്തേന്ന് പറയുന്നത് നമുക്ക് ആ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ആ ഒരു ചെറിയൊരു സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു വളരെ ചെറിയ ബ്ലീഡിങ്ങോ. രണ്ടാമത്തെ കേസിൽ നമുക്കുണ്ടാകുന്നത് ഓവുലേഷൻ ടൈപ്പിലുണ്ടാകുന്ന ബ്ലീഡിങ്. മൂന്നാമത്തെ കേസിൽ നമുക്കുണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. നാലാമത്തെ കേസിൽ നമുക്ക് വരുന്നത് പ്രിമെൻസ്ട്രൽ സ്പോട്ടിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ഒരു തവണ പീരിയഡ്സ് വന്നു, രണ്ടാമതും പീരിയഡ്സ് പോലെ തന്നെയുള്ള ബ്ലഡ് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിംഗ് അല്ല, ലൈറ്റായിട്ടുള്ള ഒരു ദിവസം ഒരു പാഡ് പോലും ചേഞ്ച് ചെയ്യേണ്ടാത്ത തരത്തിലില്ലാത്ത ബ്ലഡ് വന്നു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ജസ്റ്റ് സ്പോട്ടിങ് വന്നു കഴിഞ്ഞാലോ നിങ്ങളത് വളരെ മുഖവിലയ്ക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് പാഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു, പീരിയഡ്സ് പോലെ തന്നെയുള്ള ബ്ലീഡിങ് നമുക്ക് വരുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. നമുക്ക് പീരിയഡ്സ് പോലെ തന്നെ ഒരു മാസം നമുക്ക് 2 തവണയും 3 തവണയൊക്കെ പീരിയഡ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അനോവുലേഷൻ കൊണ്ടോ, അതായത് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടോ, PCOD ഉള്ളതുകൊണ്ടോ, തൈറോയ്ഡ് ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഫൈബ്രോയിഡ് ഉള്ളതുകൊണ്ടോ ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആയിട്ടുള്ള സ്പോട്ടിങ്ങും ലൈറ്റായിട്ടുള്ള ബ്ലീഡിങ്ങും നിങ്ങളങ്ങോട്ട് വിട്ടേക്കുക. പക്ഷേ മുകളിലേക്ക് എടുക്കേണ്ട ഒരു കാര്യം, 2, 3 അതിലധികം മാസങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സ്കാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മറിച്ച് ബ്ലീഡിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും നിങ്ങളത് കൺസിഡർ ചെയ്യണം. ഈ സ്പോട്ടിംഗ് ഒക്കെ ലൈറ്റായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് വെള്ളം കുടിച്ച് നോക്കാം കേട്ടോ. നിങ്ങളുടെ പീരിയഡ്സ് ആകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുക. ഒരുപാട് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അഴുക്ക് പോകുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്ത മാസം ചിലപ്പോൾ അഴുക്ക് പോകുന്നത് നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്, പീരിയഡ്സ് പോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം, സ്കാൻ ചെയ്യണം, അതുപോലെ ഹോർമോൺ ടെസ്റ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.